ചില ആളുകൾ എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അവസരമായി കാണുമ്പോൾ ചിലർ ചെറിയ പ്രശ്നങ്ങളെപ്പോലും അഭിമുഖീകരിക്കാനാകാതെ തളർന്നു പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലർ സാമ്പത്തികമായും കരിയറിലും മറ്റെല്ലാ രീതിയിലും വളർന്നുകൊണ്ടേയിരിക്കും. മറ്റു ചിലരാകട്ടെ എല്ലാ കാലവും ഒരുപോലെയായിരിക്കും. ഒരേ സാമ്പത്തിക അവസ്ഥ, എല്ലാം എന്നും ഒരേപോലെ, ഒരു വളർച്ചയുമില്ലാതെ. ഇതെന്തുകൊണ്ടായിരിക്കും? ഇതിനുള്ള ഉത്തരം മൈൻഡ് സെറ്റിലുണ്ട്. കരോൾ എസ് ഡ്വെക്കിന്റെ മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്ന പുസ്തകം പറയുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്നാണ്. സക്സസിൻ്റെയും ഫെയിലിയറിൻ്റെയും അടിസ്ഥാനം ഈ മൈൻഡ് സെറ്റാണ്. ഇത് വെറും ഒരു മോട്ടിവേഷണൽ ബുക്ക് മാത്രമല്ല, സയൻറ്റിഫിക് പഠനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഗൈഡാണ്. നമ്മുടെ ചിന്തകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ പുസ്തകം നമുക്ക് മുന്നിൽ വ്യക്തമാക്കി തരുന്നത്. നമ്മുടെ സൊസൈറ്റി നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ടാലൻറ്റും ഇൻ്റലിജൻസും ഉള്ളവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവരെന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ടാലൻറ്റഡായ ആൾക്കാരും സക്സസ്ഫുൾ ആകേണ്ടേ? സത്യത്തിൽ അതങ്ങനെയല്ല എന്നാണ് മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്ന പുസ്തകം പറയുന്നത്. ടാലൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അല്ല, നമ്മുടെ മൈൻഡ് സെറ്റാണ് ഒരാൾ സക്സസ്ഫുൾ ആകണോ എന്ന് തീരുമാനിക്കുന്നത്. ഇത്തരത്തിൽ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ ചെന്നെത്താനാകും. ഈ പുസ്തകത്തിൻ്റെ റൈറ്റർ ഡ്വെക്ക് 2 തരത്തിലുള്ള മൈൻഡ് സെറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്, മറ്റൊന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ ചിന്തിക്കുന്നത് അവരുടെ കഴിവുകൾ ജന്മനാ ഉള്ളവയാണ് എന്നാണ്. അത് വർദ്ധിപ്പിക്കാനോ മാറ്റം വരുത്താനോ സാധ്യമല്ലെന്നാണ്. അവർ ഫെയിലിയറിനെ എപ്പോഴും ഭയപ്പെടുന്നവരായിരിക്കും. പ്രതിസന്ധികളെ നേരിടാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇനി ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ, അവർ ചിന്തിക്കുന്നത് അവരുടെ കഴിവുകൾ എപ്പോഴും ഇംപ്രൂവ് ചെയ്യണമെന്നാണ്. അതിനായി അവർ പല വഴികളിലൂടെയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർ പ്രതിസന്ധികളെ അവസരങ്ങളായിട്ടാണ് കാണുക. തോൽവികളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവർ മുന്നോട്ടു പോകുന്നു. മാത്രമല്ല, ഓരോ ദിവസവും കൂടുതൽ മികച്ചതാകാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, പ്രഗത്ഭരായ സയൻറ്റിസ്റ്റുകൾ ആൽബർട്ട് ഐൻസ്റ്റീൻ, തോമസ് ആൽവ എഡിസൺ, അതുപോലെ സ്പോർട്സ് താരം മൈക്കിൾ ജോർദാൻ തുടങ്ങിയവർ ജന്മനായുള്ള കഴിവുകളെ മാത്രം വിശ്വസിച്ച് ജീവിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ. അവർ ഒരിക്കലും ഇത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയോ മഹാന്മാരാവുകയോ ഇല്ല. ജനിക്കുമ്പോഴുണ്ടായിരുന്ന കഴിവുകൾക്കപ്പുറം അവർ അത് വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. അവർക്കെല്ലാം ഉണ്ടായിരുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരുന്നു. ജീവിതത്തിലെ ഓരോ തോൽവികളെയും അവർ അവസരങ്ങളായി കണ്ടു. ഇതുതന്നെയാണ് അവരെ മഹാന്മാരാക്കിയതും. ഈ പുസ്തകത്തിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങളുടെ മാനസികമായ വളർച്ചയ്ക്ക് സഹായകമാകുന്ന വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. ഈ പുസ്തകത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് സ്വന്തമാക്കി ജീവിതത്തിൽ സക്സസിൻ്റെ വഴിയെ സഞ്ചരിക്കണമെന്ന്. നിങ്ങളും കരിയറിലും പഠനത്തിലും ബിസിനസ്സിലും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് കരോൾ എസ് ഡ്വെക്കിൻ്റെ മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ്. ഇത് ഒരു വെറും ബുക്കല്ല, നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ ശക്തിയുള്ള, ജീവിതത്തിന് പുതിയ ദിശ നൽകുന്ന ഒരു വഴികാട്ടിയാണ്. അപ്പോൾ ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ചാപ്റ്റർ 1 ദ മൈൻഡ് സെറ്റ്സ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കുറച്ചാളുകൾ എത്ര പരാജയങ്ങൾ നേരിട്ടാലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണാറില്ലേ? എന്തിനാണിവർ ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നും. പലതവണ പരാജയപ്പെട്ടിട്ടും ഒരു ജോലിക്കായി വീണ്ടും വീണ്ടും കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ എഴുതുന്നവരെ കണ്ടിട്ടില്ലേ? പലതരം ബിസിനസ്സുകൾ ചെയ്ത് എല്ലാം പൊളിഞ്ഞുപോയാലും വീണ്ടും ബിസിനസ്സിൽ പ്രതീക്ഷയോടെ പുതിയ സംരംഭം കെട്ടിപ്പടുക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ നിരന്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്നവരെ നമുക്ക് ചുറ്റും കാണാനാകും. അതേസമയം ഒരു പരീക്ഷ എഴുതി തോറ്റുപോയാൽ ഇതെനിക്ക് സാധിക്കില്ലെന്ന് കരുതി
അതോടെ പഠിത്തം ഉപേക്ഷിക്കുന്നവരെയും കാണാം. ജോലിയിൽ ഉത്തരവാദിത്വങ്ങൾ കൂടുമ്പോൾ ജോലി വിട്ടിറങ്ങുന്നവർ, ബിസിനസ് പൊളിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നവർ, ഇത്തരം നിരവധി ആളുകളെയും നമുക്ക് ചുറ്റും കാണാനാകും. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത് മൈൻഡ് സെറ്റ്സിലാണ്. ആദ്യം പറഞ്ഞ കൂട്ടർ ഗ്രോത്ത് മൈൻഡ് സെറ്റോടെ സക്സസ് ആവാൻ വേണ്ടി എന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആ മൈൻഡ് സെറ്റ് അവരെ പ്രതീക്ഷയിലേക്ക് കൈപിടിച്ച് നടത്തുന്നു, പോസിറ്റീവാക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കൂട്ടർക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റാണ് ഉള്ളത്. അവർ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ വിധിയെ പഴിച്ച് എന്തെങ്കിലും അത്ഭുതങ്ങളിലൂടെ ഇനി ജീവിതം രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതി കാലം കഴിക്കുന്നവർ. അവർ പരാജയങ്ങളെ ഭയപ്പെടുന്നു, പ്രതിസന്ധികളെ നേരിടാനാവാതെ മാറിയിരിക്കുന്നു. ഇവർ എല്ലാ കാലവും ഒരുപോലെ ഒരു ഉയർച്ചയുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റുകളിലൂടെയാണ്. അതെ, നമ്മുടെ ജീവിതം നാം തന്നെയാണ് തീരുമാനിക്കുന്നത് എത്തരത്തിലാകണമെന്ന്. നമ്മുടെ മൈൻഡ് സെറ്റ്സ് ആണ് ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്നത്. എന്ത് പുതിയവ പഠിക്കുന്നു, അനുഭവങ്ങൾ നേടുന്നു, അതെല്ലാം മൈൻഡ് സെറ്റാണ് വിലയിരുത്തുന്നത്. മൈൻഡ് സെറ്റ് അവയെ നല്ലതും ചീത്തയുമാക്കുന്നു. ഉദാഹരണം, ഒരു ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ടാൽ ആ പരാജയത്തെ ഭയന്ന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് ഇനി മുതൽ ഇൻ്റർവ്യൂസിന് പോകുന്നില്ലെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. മറ്റൊന്ന്, ആ ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പോരായ്മകൾ നികത്തി മികവോടെ അടുത്ത ഇൻ്റർവ്യൂവിന് പോകാൻ തയ്യാറാകാം. ഇതിൽ ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നത് മാജിക് ഒന്നുമല്ല, അത് ഒരു പോസിറ്റീവ് ചിന്തയാണ്. മൈൻഡ് സെറ്റ് ജന്മനാ ഉണ്ടാവുന്നതാണോ അതോ അത് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും മൈൻഡ് സെറ്റ് വളരെ ഫ്ലെക്സിബിളാണ്. നമ്മുടെ അനുഭവങ്ങളും അറിവുകളും വിശ്വാസങ്ങളും ഒക്കെയാണ് ഈ മൈൻഡ് സെറ്റ് നിർമ്മിച്ചെടുക്കുന്നത്. നമ്മൾ കുട്ടികളോട് പറയാറില്ലേ, നീ വളരെ മിടുക്കനാണെന്ന്. അപ്പോൾ അവർ ചിന്തിക്കുക അവർ ജന്മനാ മിടുക്കുള്ള കുട്ടിയാണ് എന്നാണ്. അതേസമയം നീ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്തു എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് കൊണ്ടാണ് എനിക്ക് നേട്ടമുണ്ടായതെന്ന് അവർ മനസ്സിലാക്കും. അപ്പോൾ കഴിവ് കുറവ് കൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് ചിന്തിക്കാതെ പകരം ഹാർഡ് വർക്ക് കുറഞ്ഞതാണ്, ഫോക്കസ് കുറഞ്ഞതാണ് പരാജയത്തിൻ്റെ കാരണമായി അവർ കരുതുക. അപ്പോൾ പരാജയങ്ങൾ കോൺഫിഡൻസ് തകരാൻ കാരണമാവില്ല. മാത്രമല്ല, ഹാർഡ് വർക്ക് എന്നത് ഒന്ന് ശ്രമിച്ചാൽ അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണെന്നും അവർ തിരിച്ചറിയും. ഒരിക്കൽ ഒരു സ്കൂളിൽ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് നടന്നു. കുട്ടികളെ 2 ഗ്രൂപ്പായി തിരിച്ചു. അതിൽ ആദ്യ ഗ്രൂപ്പിലുള്ളവരോട് നിങ്ങൾ ഒരുപാട് ടാലൻറ്റഡും ഇൻ്റലിജൻറ്റുമാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് അവർ വളരെ ഹാർഡ് വർക്കിങ്ങും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിൽ മിടുക്കരാണെന്നും പറഞ്ഞു. പിന്നീട് 2 ഗ്രൂപ്പിനും വളരെ കഠിനമായ, അവർക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ടാസ്ക് കൊടുത്തു. ആദ്യ ഗ്രൂപ്പ് വേഗം ആ ടാസ്കിൽ നിന്ന് പരാജയപ്പെട്ട് പിന്മാറി. അവർ ചിന്തിച്ചത് അവരുടെ കഴിവുകൾക്ക് പുറത്താണ് ഈ ടാസ്ക് എന്നാണ്. അത് അവരെ കൊണ്ട് സാധ്യമല്ല എന്നും അവർ കരുതി. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് അവർക്ക് ഇത് സാധിക്കുമെന്നാണ്. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിൽ വിജയിക്കുമെന്ന് അവർ ഉറപ്പിച്ചു. അവർക്ക് നൽകിയ ടാസ്കിൽ വിജയിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. നിങ്ങളുടെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, നീ മണ്ടനാണ്, നിനക്ക് കഴിവില്ല, ബുദ്ധിയില്ല, മിടുക്കില്ല, ഭാഗ്യമില്ല എന്നൊക്കെ. അത് കേട്ട് ചിലപ്പോൾ ഇത്ര കാലം നിങ്ങൾ അതും വിശ്വസിച്ച് ജീവിക്കുകയായിരിക്കാം. ഞാൻ ഒരു കഴിവും ഇല്ലാത്തവനാണ്, എനിക്ക് പഠിക്കാനുള്ള മിടുക്കോ സാമർഥ്യമോ ഒന്നുമില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ ചിന്തിക്കാത്തവർ ഉണ്ടാകില്ല. അതിന് കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും സാഹചര്യങ്ങളും അനുഭവങ്ങളും തന്നെയാണ്. എന്നാൽ ആ മനോഭാവത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ തന്നെ വിചാരിക്കണം. കഴിവും മിടുക്കും ഒന്നും ജന്മനാ ലഭിക്കുന്നതല്ല, അത് അനുഭവങ്ങളിലൂടെ പഠിച്ചെടുക്കുന്നതാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് റൈറ്റർ കരോൾ എസ് ഡ്വെക്ക് തന്റെ മൈൻഡ് സെറ്റ് എന്ന ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇതിനായി ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിൽക്കാതെ
ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇതിന് ഇനിയും സാധിക്കുമോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. തീർച്ചയായും സാധ്യമാണ്. നിങ്ങൾക്ക് എത്ര പ്രായമോ ആയിക്കോട്ടെ, ഇനിയുള്ള കാലം ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ ജീവിച്ചാൽ ഇതുവരെ ഇല്ലാതിരുന്ന സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും. മൈൻഡ് സെറ്റ് മാറ്റുകയെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ തന്നെയാണ് മാറ്റുന്നത്. പരാജയങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം അവസരങ്ങളും അനുഭവങ്ങളുമായും കാണുക. അതിൽ മനസ്സ് മടുത്തിരിക്കാതെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുക. മൈൻഡ് സെറ്റ് മാറ്റുന്നത് സാധാരണ ജീവിതത്തിൽ മാത്രമല്ല, ബിസിനസ്, അധ്യാപനം, സ്പോർട്സ്, ആർട്ട്, ഇങ്ങനെ ഏത് മേഖലയിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മാത്രമല്ല മാറുന്നതും പോസിറ്റീവ് ആകുന്നതും, നിങ്ങളുടെ ചുറ്റുമുള്ളവർ കൂടിയാണ്. കണ്ടിട്ടില്ലേ ചില പോസിറ്റീവ് ആളുകളെ? അവരോട് 2 വാക്ക് സംസാരിച്ചാൽ തന്നെ നമ്മളും പോസിറ്റീവ് ആകും. അവർ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സ്വന്തമാക്കിയാൽ നിങ്ങൾക്കും നിഷ്പ്രയാസം പോസിറ്റീവ് വൈബുള്ള ആളാവാൻ സാധിക്കും. ഇനി എങ്ങനെ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സ്വന്തമാക്കാമെന്ന് നോക്കാം. ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ ഇതിൽ പരാജയപ്പെടുമോ? പരാജയപ്പെട്ടാൽ ഇനി എന്തു ചെയ്യുമെന്ന്. ഇതിനെ ഒരവസരമായി കാണാൻ ശ്രമിക്കുമെന്ന് മനസ്സിൽ ഉത്തരം കണ്ടെത്തുക. ഈ ഉത്തരം തന്നെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്കുള്ള ആദ്യ വഴി. ചാപ്റ്റർ 2, ഫിക്സ്ഡ് ഓർ ഗ്രോത്ത്. നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ അത്ര പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പാട്ടുകാരനാണെങ്കിൽ പാട്ട് പാടുന്നത് പോരാ, വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കാൻ തീരെ മിടുക്കില്ല, മറ്റു തൊഴിലുകളിലാണെങ്കിൽ ജോലിയിൽ അത്ര പോരാ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മോശം കമന്റുകളെ എങ്ങനെയാണ് സ്വീകരിക്കാറ്? അത് കേട്ട് ആകെ തളർന്നു പോകുമോ? പ്രതികാര ബുദ്ധി തോന്നുമോ? അതോ അത്തരം കമന്റുകൾ സ്വീകരിച്ച് അത് മറികടക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമോ? ആദ്യ 2 രീതിയും നമ്മളെ വളരുന്നതിന് തടസ്സമാകുന്ന മൈൻഡ് സെറ്റുകളാണ്. നമ്മൾ ഒരു മോശം കമന്റ് കേട്ട് തളർന്നു പോയാൽ അത്തരം കമന്റുകളെ പേടിച്ച് പിന്നീട് ജോലിക്ക് പോകാതെയാകാം. ഒരു കോൺഫിഡൻസുമില്ലാതെ സ്വന്തം വിധിയെ പഴിച്ചിരിക്കുന്നവരായി മാറാം. എന്നാൽ മൂന്നാമതായി പറഞ്ഞ പ്രതികരണം, അതായത് മോശം കമന്റുകളെ ഉൾക്കൊണ്ട് എന്ത് മാറ്റങ്ങൾ വരുത്താമെന്ന് ചിന്തിച്ച് മുന്നോട്ടു പോകുക. ഈ മൈൻഡ് സെറ്റ് നിങ്ങളെ എന്ത് പ്രതിസന്ധിയും നേരിടാൻ പ്രാപ്തരാക്കും. ഇതാണ് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് മാറ്റിയാൽ അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറുമോ എന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. അതിന് റൈറ്റർ കരോൾ എസ് ഡ്വെക്ക് പറയുന്നത്, ഇത് വെറും മൈൻഡ് സെറ്റുകൾ മാത്രമല്ല, നിങ്ങളുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ലക്ഷ്യങ്ങളെയും എല്ലാം നിർണയിക്കുന്ന ഘടകങ്ങൾ കൂടിയാണ്. അതിനാൽ മൈൻഡ് സെറ്റിനെ വെറും വിശ്വാസമായി കാണാതെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ശക്തിയുള്ള ഒരു ടൂളായി വേണം കാണാൻ. ചാപ്റ്റർ 2, ഇൻസൈഡ് ദ മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്ന പുസ്തകത്തിൻ്റെ റൈറ്റർ കരോൾ എസ് ഡ്വെക്ക്, അവർ ചെറുപ്പമായിരുന്നപ്പോൾ തൻ്റെ ഫ്യൂച്ചർ പാർട്ട്ണർ എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുമായിരുന്നു. ടോൾ, ഹാൻസം, വെരി സക്സസ്ഫുൾ. അതുപോലെ അവർ സ്വന്തം കരിയറിനെ കുറിച്ചും ആലോചിക്കാറുണ്ടായിരുന്നു. നല്ല ഗ്ലാമറസ് ആയ കരിയർ ആയിരിക്കണം, പക്ഷേ ഒട്ടും കഠിനമായതും റിസ്കി ആയതുമായ കരിയർ ആവരുത് എന്ന് അവർ ചിന്തിച്ചുറപ്പിച്ചിരുന്നു. അവർ വലുതായിട്ട് ജീവിതത്തിൽ ഒരു പാർട്ട്ണറെ കണ്ടെത്തിയപ്പോൾ തൻ്റെ സങ്കല്പത്തിൽ തന്നെയുള്ള ആളെയാണ് കണ്ടെത്താൻ ശ്രമിച്ചത്. അതുപോലെ കരിയറിലാണെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, എങ്കിലും അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വിചാരിച്ചതുപോലെ എല്ലാം വന്നില്ലെങ്കിലും അവർ ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആകാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇത് അവരുടെ അനുഭവങ്ങളിൽ നിന്നും മനോഭാവത്തിൽ നിന്നും ഉണ്ടായതാണ്. റൈറ്റർ തിരിച്ചറിഞ്ഞ കാര്യം എന്തെന്നാൽ, നമ്മൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിൽക്കാതെ ഒരു ഡിഫറെന്റ് മൈൻഡ് സെറ്റ് സ്വീകരിക്കുമ്പോൾ നമ്മളൊരു പുതിയ ലോകത്തിലാണ് എത്തിപ്പെടുന്നത് എന്നാണ്. അവിടെ പരാജയങ്ങളുണ്ടാകാം, മോശം കമന്റുകളുണ്ടാകാം, വീഴ്ചകളും തളർച്ചകളും ഉണ്ടാകാം. പക്ഷേ ആ ലോകം നമുക്ക് നിരവധി കാഴ്ചകളും അനുഭവങ്ങളും തരും, നമ്മളെ പുതിയൊരാളായി മാറ്റിയെടുക്കും. ഉദാഹരണത്തിന്, നമ്മൾ കുഞ്ഞാവുമ്പോൾ
നടക്കുക, സംസാരിക്കുക തുടങ്ങിയ മൈൽ സ്റ്റോൺസ് മറികടക്കുമ്പോൾ എത്ര തവണ നമ്മൾ വീഴുന്നു. സംസാരിക്കുന്ന ഭാഷ പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാവുക പോലുമില്ല. എന്നാലും കുഞ്ഞുങ്ങൾ തെറ്റുകൾ ചെയ്യുന്നതും വീഴുന്നതും ഒന്നും ഭയപ്പെടാറില്ല. അവർ തെറ്റായ വാക്കുകൾ ഉച്ചരിച്ചും പലതവണ വീണും പഠിച്ചുകൊണ്ടേ വളരുന്നു. അതേസമയം അതേ കുട്ടികൾ വളരുമ്പോൾ അവരിൽ ഭയം നിറയുന്നു. അവർ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഭയപ്പെടുന്നു. ഇതേ ഭയമാണ് നമ്മുടെ മൈൻഡ് സെറ്റായി മാറുന്നതും. ഓതർ കരോൾ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിരുന്നു. എന്താണ് ആളുകളുടെ പ്രയോറിറ്റീസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അവർ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവരോട് എന്ത് തരം റിലേഷൻഷിപ്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് റിലേഷൻഷിപ്സ് കംഫർട്ടബിളും അതുപോലെ പെർഫെക്റ്റുമായി ഫീൽ ചെയ്യുന്നതായിരിക്കണമെന്നാണ്. പാർട്ട്ണർ അവരെ വേർഷിപ്പ് ചെയ്യണമെന്നും അവർ പറഞ്ഞു. അതേസമയം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ ഉത്തരം അവരെ എല്ലാ തരത്തിലും ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് അവർ മുൻഗണന കൊടുക്കുന്നതെന്നാണ്. അവരെ ചലഞ്ച് ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്നവർ, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവർ, ഇവരായിരിക്കണം പാർട്ട്നേഴ്സ് എന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ പറഞ്ഞു. ചിന്താരീതികളിലുള്ള വ്യത്യാസം ഇതിലൂടെ മനസ്സിലായില്ലേ? അപ്പോൾ ഏത് റിലേഷൻഷിപ്സ് ആയിരിക്കും ദീർഘകാലം നിലനിൽക്കുക? നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. ഇനി പണ്ട് സ്കൂളിലൊക്കെ കേട്ട ഒരു കഥയില്ലേ, നമ്മുടെ ആമയും മുയലും പന്തയം വെച്ച കഥ. ഇതിൽ മികച്ച ഓട്ടക്കാരനായിട്ടും മുയൽ പന്തയത്തിൽ തോറ്റുപോയി. എന്നാൽ ആമ കൺസിസ്റ്റന്റായി സ്റ്റഡിയായി പരിശ്രമിച്ചപ്പോൾ വിജയിച്ചു. ഈ കഥ എത്ര കേട്ടാലും നമുക്ക് എന്നെങ്കിലും ആമയാകാൻ തോന്നുമോ? ഇല്ല അല്ലേ? നമുക്ക് എപ്പോഴും മണ്ടനല്ലാത്ത മിടുക്കനായ മുയലാകാനായിരിക്കും താല്പര്യം തോന്നുക, അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്പം റെസ്പോൺസിബിലിറ്റി എടുത്താൽ നമുക്ക് വിജയിക്കാനാകുമെന്ന്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ ചിന്തിക്കുക, ജീനിയസുകൾക്ക് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല, അവർ ഭാഗ്യമുള്ളവരാണ്. ജീനിയസുകൾക്ക് എല്ലാം എളുപ്പം സാധിക്കുമെന്നാണ്. കഴിവില്ലാത്തവരാണ് എഫേർട്സ് എടുക്കേണ്ടി വരിക എന്ന് അവർ ചിന്തിച്ചു വെക്കുന്നു. അതേസമയം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ ചിന്തിക്കുക, ജീനിയസ് ആയവരും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് സക്സസ് ആകാൻ പറ്റൂ എന്നാണ്. ഇവിടെയും രണ്ട് കാര്യങ്ങളുണ്ട്. അതായത്, ഒരു പരീക്ഷ എഴുതി കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കഴിവില്ലാത്തവനായി കരുതുമോ എന്ന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ ചിന്തിക്കും. ഇനി എഫേർട്ട് ഇട്ടാലും അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ അവർ പരിശ്രമിക്കും. അതിന് കാരണം പരാജയപ്പെട്ടാൽ അതും മറ്റുള്ളവർ അറിയാതിരിക്കാൻ കൂടിയാണ്. അത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അതേസമയം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ ചിന്തിക്കുന്നത് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ്. ആ ലക്ഷ്യം നേടാൻ അവർ എത്ര എഫേർട്സ് ഇടാനും മടിക്കില്ല. അവർ പരാജയത്തെയും മറ്റുള്ളവർ പറയുന്നതിനെയും ഭയപ്പെടുന്നില്ല. തനിക്ക് വിജയിച്ചേ മതിയാകൂ എന്നാണ് അവർ ചിന്തിക്കുന്നത്. സക്സസ് ആവുക എന്നത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫ് വേർഷൻ പുറത്തെടുക്കുക എന്നതുകൂടിയാണ്. എഫേർട്ടാണ് സക്സസിലേക്കുള്ള കീ. ഇക്കാര്യം ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ തിരിച്ചറിഞ്ഞാൽ സക്സസിലേക്ക് അവർക്കും എളുപ്പം നടന്നു കയറാവുന്നതേയുള്ളൂ. ചാപ്റ്റർ 3 ദ ട്രൂത്ത് അബൌട്ട് എബിലിറ്റി ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. തോമസ് ആൽവ എഡിസൺ ഒരു വെൽ നോൺ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം സ്വന്തം ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ആലോചിച്ചു നോക്കൂ. ആ ആലോചനയിൽ നമ്മൾ എഡിസനെ മാത്രമേ കാണൂ, അല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുപാട് അസിസ്റ്റൻസും ട്രെയിൻഡ് സയന്റിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ അവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ ക്യൂരിയോസിറ്റിയും മൈൻഡ് സെറ്റുമാണ്. എല്ലാവർക്കുമുള്ള ഒരു ധാരണയാണ് ബ്രില്യൻ്റ് ആയവർ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുക എന്നത്. എന്നാൽ അങ്ങനെയല്ല, അവർ ബുദ്ധിപരമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് മാത്രം. ചാൾസ് ഡാർവിനൊക്കെ ഒരു വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു ഒപ്പം സഹായിക്കാൻ. അതുപോലെ മൊസാർട്ട്. ഇവരെല്ലാം പല വഴികളിലൂടെ പരിശ്രമിച്ചാണ് സക്സസ് ആയത്, മഹാന്മാരായത്. അത് ഒരിക്കലും ഒറ്റയ്ക്ക് മാത്രമുള്ള ഒരു എഫേർട്ടല്ല, ഒരു വിജയമല്ല. ഒരുപാട് പേരുടെ സപ്പോർട്ടിലൂടെയാണ് ആ വിജയം നേടിയത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഇതുപോലെ ടീം വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ടീം വർക്ക് ആയാലും ഒറ്റയ്ക്കുള്ള ഹാർഡ് വർക്ക് ആയാലും ഇടയ്ക്ക് വെച്ച് പിന്മാറിയിരുന്നെങ്കിൽ ഒരിക്കലും
ഇന്ന് കാണുന്ന മഹാന്മാരൊന്നും സക്സസ് ആവുമായിരുന്നില്ല. അതായത് എബിലിറ്റി എന്നത് ജന്മനാ ഉള്ളതിനപ്പുറം അത് പഠിച്ചെടുക്കാവുന്നത് കൂടിയാണ് എന്നാണ് ഓതർ കരോൾ എസ് ഡ്വെക്ക് മൈൻഡ് സെറ്റ് എന്ന പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. ട്രെയിനിങ്ങിലൂടെ മികച്ചതാകുന്നതിനൊപ്പം വളരാനും അറിയാനുമുള്ള മൈൻഡ് സെറ്റ് കൂടി അത്യാവശ്യമാണ്. ചാപ്റ്റർ 4 സ്പോർട്സ്, ദ മൈൻഡ് സെറ്റ് ഓഫ് എ ചാമ്പ്യൻ. ഒരു അത്ലറ്റ് ആകാൻ സാധിക്കുന്നത് നല്ല ഫിസിക്കുള്ളവർക്കാണെന്നാണ് ഒരു ധാരണ. അതിനുയരം വേണം, വണ്ണം പാടില്ല, ഇങ്ങനെ പല കണക്കുകൂട്ടലുകളും മുൻധാരണകളുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ബേസ്ബോൾ പ്ലെയറായ ബില്ലി റീവിൻ്റെ കഥ അറിയാമോ? അയാൾ ഒരു എക്സെപ്ഷണൽ പ്ലെയർ ആയിരുന്നു, ബേസ്ബോൾ പ്ലെയർ. എല്ലാവരും അദ്ദേഹത്തെ നാച്ചുറലി ടാലന്റഡ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഫ്യൂച്ചർ സ്റ്റാർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ മേജർ ലീഗിൻ്റെ ബേസ്ബോൾ മത്സരങ്ങളിൽ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മങ്ങിപ്പോയി. എന്നാൽ അദ്ദേഹം അതിന് പരിഹാരം കണ്ടെത്താതെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണുണ്ടായത്. ജന്മനാ ടാലന്റഡ് ആയതുകൊണ്ട് ബില്ലി ഹാർഡ് വർക്കിലും എഫേർട്സിലും ശ്രദ്ധിച്ചില്ല, അതിൽ വിശ്വസിച്ചില്ല. അദ്ദേഹം ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ മുറുകെ നിന്നതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ അദ്ദേഹത്തിന് ഉയരാനായില്ല. എന്നാൽ അദ്ദേഹത്തെക്കാൾ കഴിവ് കുറഞ്ഞ എത്രയോ പേർ അദ്ദേഹത്തിന്റെ എതിർ ടീമിലുണ്ടായിരുന്നു. അതിൽ പലരും മികച്ച ബേസ്ബോൾ ചാമ്പ്യന്മാരായി ഉയർന്നു വരികയും ചെയ്തു. ഫിസിക്കൽ അപ്പിയറൻസിന് പെർഫോമൻസുമായി യാതൊരു ബന്ധവുമില്ല. സ്പോർട്സിൽ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ വളരെ പ്രധാനമായി കാണുന്ന കാര്യമാണ്. മൈക്കിൾ ജോർദാൻ എന്ന അത്ലറ്റ്, അദ്ദേഹം ഒരിക്കലും ഒരു നാച്ചുറൽ അത്ലറ്റ് ആയിരുന്നില്ല. ജന്മനാ താൻ ഒരു സ്പോർട്സ് താരമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. പകരം ഹാർഡ് വർക്കിലൂടെ താൻ നേടിയെടുത്തതാണ് ഇത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. സ്പോർട്സിന്റെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയ അത്ലറ്റ് കൂടിയായിരുന്നു മൈക്കിൾ ജോർദാൻ. ചാപ്റ്റർ 5 ബിസിനസ് മൈൻഡ് സെറ്റ് ആൻഡ് ലീഡർഷിപ്പ്. 2001 എൻറോൺ എന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി ടാലന്റഡ് ആയ കുട്ടികളെ ഹയർ ചെയ്യാൻ തീരുമാനിച്ചു. അവർ പക്ഷെ അതിന് പിന്നീട് ഫിനാൻഷ്യലി സഫർ ചെയ്യേണ്ടി വരികയും ചെയ്തു. അതിന് കാരണം ടാലന്റഡ് ആയവർ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിന്നതാണ്. അവർ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കാതെ കമ്പനിക്ക് ബാധ്യതയായി മാറി. അപ്പോൾ തെറ്റുപറ്റിയത് എവിടെയാണ്? എൻറോൺ കമ്പനി ചിന്തിച്ചത് ടാലന്റഡ് ആയവർ കമ്പനിയെ വളർത്തുമെന്നാണ്. എന്നാൽ ടാലന്റ് അല്ല വേണ്ടത്, പകരം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. അത്തരം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള സ്റ്റുഡൻസിനെയാണ് അവർ ഹയർ ചെയ്തിരുന്നെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും വളരാനും അവർ വളരെ തൽപരരായിരിക്കും. ഇത് എൻറോൺ എന്ന കമ്പനിയെ ഉയരങ്ങളിൽ എത്തിക്കുകയും ചെയ്തേനെ. ഇനി ലീഡർഷിപ്പിന്റെ കാര്യം നോക്കാം. സ്റ്റുഡൻസ് പരീക്ഷകളിൽ തോറ്റാലോ അതുപോലെ അത്ലറ്റ്സ് പരാജയപ്പെട്ടാലോ ചിലപ്പോൾ അവർ പിന്മാറിയേക്കാം. എന്നാൽ ലീഡേഴ്സ്, പ്രത്യേകിച്ചും സിഇഒ പോലുള്ള പൊസിഷൻസിൽ ഇരിക്കുന്നവർ, അവരെപ്പോഴും സുപ്പീരിയോറിറ്റി കീപ്പ് ചെയ്യുന്നവരായിരിക്കും. അവർ പിന്മാറിയാൽ, പരാജയങ്ങളെ ഭയപ്പെട്ടാൽ ഒരിക്കലും അവരുടെ കമ്പനി വളരില്ല. അതിനാൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റും സെൽഫ് കോൺഫിഡൻസും ഉള്ളവർക്കേ തീർച്ചയായിട്ടും ലീഡേഴ്സ് ആകാൻ സാധിക്കൂ. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാനുമുള്ള ചങ്കൂറ്റം അവർക്കുണ്ടാകും. അവർ പുതിയ കാഴ്ചപ്പാടുകളെയും ഐഡിയാസിനെയും എപ്പോഴും തുറന്ന മനസ്സോടെ സ്വീകരിക്കും. ഗ്രൂപ്പ് മൈൻഡ് സെറ്റ്സ് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഗ്രൂപ്പ് തിങ്കിങ് എളുപ്പമായിരിക്കില്ല. അവർ അവരുടെ തീരുമാനങ്ങളിൽ കർക്കശക്കാരായിരിക്കും. പലപ്പോഴും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾക്കൊപ്പം പോകാനും അവർക്കൊപ്പം വർക്ക് ചെയ്യാനും ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ലീഡേഴ്സ് ജന്മനാ ഉണ്ടാകുന്നതല്ല, അവർ ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെ സ്വയം നവീകരിച്ച് വളരുന്നവരാണ്. അനുഭവങ്ങളെ അസറ്റാക്കി അതിൽ നിന്ന് ശക്തി ആർജിക്കുന്നവർ. സോ ലീഡേഴ്സ് ആർ നോട്ട് ബോൺ, ദേ ആർ മെയ്ഡ് എന്ന് പറയാം. ചാപ്റ്റർ 6 റിലേഷൻഷിപ്പ് മൈൻഡ് സെറ്റ്സ് ഇൻ ലവ്. ബന്ധങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലരെ ജീവിതത്തിൽ ആകെ തളർത്തിക്കളയും. പ്രണയ നൈരാശ്യങ്ങൾ മരണത്തിൽ കലാശിക്കുന്നത് നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. ഇത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യാനോ മറ്റൊരാളെ ഉപദ്രവിക്കാനോ ശ്രമിക്കില്ല. പകരം അവർ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും, പിന്നെ ക്ഷമിക്കാനും മനസ്സുള്ളവരായിരിക്കും.
അവർ കമ്മ്യൂണിക്കേഷന് പ്രാധാന്യം നൽകുന്നവരായിരിക്കും. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്താൽ ബന്ധങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ മൂല്യത്തോടെ കാണാൻ സാധിക്കും. പരസ്പരം ബഹുമാനം നിലനിർത്താനും റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ പക്വതയോടെ ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ചാപ്റ്റർ 7 പാരന്റ്സ്, ടീച്ചർ ആൻഡ് കോച്ചസ്. വേർ ഡു മൈൻഡ് സെറ്റ്സ് കം ഫ്രം? എവിടെ നിന്നാണ് ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും ഉണ്ടാവുന്നത്? തീർച്ചയായും അത് നമ്മുടെ ചുറ്റുമുള്ളവരും സമൂഹവും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ പാരന്റ്സ് ആകാം, ടീച്ചേഴ്സ് ആകാം, അങ്ങനെ ആരുമാകാം ഇത്തരം മൈൻഡ് സെറ്റിനുള്ള പ്രേരണ. കുട്ടികളെ എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റോടെ വളർത്താൻ ശ്രമിക്കുക. ഹാർഡ് വർക്കിനും എഫേർട്ടിനും വലിയ വിലയുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. സ്മാർട്ട് ആവുക, ടാലന്റഡ് ആകുക എന്നത് ജന്മനാ ലഭിക്കുന്നതോ ഭാഗ്യം കൊണ്ട് ലഭിക്കുന്നതോ അല്ല, അത് നേടിയെടുക്കുന്നതാണ്. അതിന് ജീവിതത്തിൽ എന്നും പഠിക്കാനും വളരാനും ക്യൂരിയസ് ആകാനുമുള്ള ഒരു മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാൻ കുട്ടികളോട് പറയുക. ഇനി നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ വിഷമിക്കണ്ട, അതിനെ മാറ്റിയെടുക്കാൻ ഇനിയും സമയമുണ്ട്. എന്ത് കാര്യത്തിനെയും പോസിറ്റീവായി കാണാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ പടികൾ കയറിക്കഴിഞ്ഞു എന്ന് പറയാം. ചാപ്റ്റർ 8 ചേഞ്ചിങ് മൈൻഡ് സെറ്റ്സ്. മൈൻഡ് സെറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. ഒരുപാട് പോസിറ്റീവായി ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെ ജീവിച്ചിരുന്നവർ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലേക്ക് മാറിപ്പോയിരിക്കാം. അതേസമയം എന്നും പേടിച്ചും പിന്നോട്ട് മാറിയും നിന്നിരുന്നവർ പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ പോലെ വളരുന്നതും കാണാം. ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിന്ന് അവർ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറിയതാണ് ഇതിന് കാരണം. നിങ്ങൾ എങ്ങനെയാണെന്ന് സ്വയം വിലയിരുത്തുക. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് സ്വന്തമാക്കാൻ ഇന്നു മുതൽ പരിശ്രമിക്കുക. നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. പഴയ സക്സസുകളും നിങ്ങളുടെ പൊട്ടൻഷ്യലും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ തന്നെ മതി. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഈ പോസിറ്റീവ് എനർജിയിലൂടെ പതുക്കെ ചിന്തകൾ പോസിറ്റീവാക്കി നോക്കൂ. നിങ്ങൾക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഞാൻ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയാം. അവസരങ്ങളെ ഒരിക്കലും ഭയപ്പെട്ട് പിന്മാറാതിരിക്കുക. വെല്ലുവിളികളെ പുതിയ പാഠങ്ങൾ പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങളായി കാണുക. മറ്റുള്ളവർ നിങ്ങൾക്ക് വിലയിടുമ്പോൾ അതിൽ തളരാതെ നിങ്ങൾ മികച്ചതാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുക. പരാജയങ്ങളെ പുതിയ പാഠങ്ങളായി കാണുക. പിന്നോട്ടു മാറാതെ മുന്നോട്ടേക്ക് തന്നെ സഞ്ചരിക്കുക. അപ്പോൾ ഇത്ര നേരം കേട്ടത് കരോൾ എസ് ഡ്വെക്കിന്റെ മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്ന പുസ്തകത്തിന്റെ സമ്മറിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഒപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു ബുക്ക് സമ്മറിയുമായി വീണ്ടും വരാം. സ്റ്റേ ഹാപ്പി.